പൊന്നാനിയുടെ പ്രധാനമന്ത്രിയായി സ്വയം ചമയുകയാണ് MLA എന്നും പൊന്നാനി കപ്പൽ നിർമ്മാണശാലയ്ക്ക് MLA തുരങ്കം വെക്കുന്നുവെന്നും CPM ജില്ലാ നേതാക്കൾ. ഇദ്ദേഹം പറയുന്ന അതുകൊണ്ട് വലിയ ഒരു പോർട്ട് പ്രൊജക്റ്റാണെന്നാണ് പറയുന്നത്. നിലവിലുള്ള പോർട്ട് ഡെവലപ്പ് ചെയ്യുന്ന നിലവിലുള്ള പോർട്ട് പറഞ്ഞാൽ ഫിഷിംഗ് ഹാർബറാണ്. ഇത് രണ്ടും രണ്ടാണ്. നിരവധി ആൾക്കാർക്ക് ജോലി സൗകര്യം ഉണ്ടാവുന്നതാണ്, അനുബന്ധ ജോലികൾ ഉണ്ടാവുന്നതാണ്. ഇതിനെ സംബന്ധിച്ചിടത്തോളം അനുബന്ധ ജോലികൾ വികസിച്ചു കഴിഞ്ഞാൽ വലിയ ജോലികൾ ഉണ്ടാവുന്നതാണ്. ഗവൺമെന്റ് വളരെ സീരിയസ് ആയിട്ടുള്ള രൂപത്തിലേക്ക് ഡിസ്കഷൻ നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടേക്ക് വരേണ്ട പൊന്നാനിയിലെ അതുപോലെ തന്നെ നമ്മുടെ പടിഞ്ഞാറക്കരയുമായി ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ അലൈൻമെന്റ് പോലും മാറ്റിക്കൊടുത്തത്. ആദ്യത്തെ അലൈൻമെന്റ് അല്ല ഇഫ്മിന് മുമ്പിലുള്ളത്. ആ അലൈൻമെന്റ് മാറ്റിക്കൊടുത്ത് ഗവൺമെന്റ് ചർച്ചയിൽ കൂടി. കാരണം ഇത് വലിയൊരു ഇൻഡസ്ട്രിയാണ്, കുറെ ആൾക്കാർ തൊഴിലവസരം ഉണ്ടാവുന്നതാണ്. നമ്മുടെ ആദ്യത്തെ തൊഴിലില്ലായ്മ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ സ്വകാര്യ മേഖലയ്ക്കകത്തുള്ള വ്യവസായങ്ങൾ വന്നേ തീരൂ. ഇദ്ദേഹത്തിന് ഇതിനെപ്പറ്റി ഒന്നും പഠിച്ചിട്ടില്ല, പഠിക്കാനല്ലെങ്കിൽ വിവരമില്ല എന്ന് പറയേണ്ടി വന്ന ഗതികേടുണ്ടെങ്കിൽ അത് പോർട്ടാണ്, ഇത് കപ്പൽ നിർമ്മാണശാലയാണ്. ആ പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം അവിടെ മിനി പോർട്ട് നിർമ്മിക്കാനുള്ള ടെൻഡർ കൊടുത്തു. ഞാനതിന് കുറെ മെനക്കെട്ടാളാ. ഇത് വന്നത് കപ്പൽ നിർമ്മാണശാലയാണ്. അത് രണ്ടും രണ്ടാണ്. അതായത് പറഞ്ഞാൽ അദ്ദേഹം വിഷയം പഠിക്കുന്നില്ല. ആ പ്രൊജക്ട് റിപ്പോർട്ട് നിങ്ങൾക്ക് തരാം, ആ പ്രൊജക്ട് റിപ്പോർട്ട് നിങ്ങൾക്ക് തരാം, ഈ പ്രൊജക്ട് റിപ്പോർട്ട് നിങ്ങൾക്ക് തരാം. മാരിടൈം ബോർഡിന്റെ ആൾക്കാരായിട്ട് ചർച്ച ചെയ്ത അടിസ്ഥാനത്തിലാണ് ഈ പ്രൊജക്ട് പ്രപ്പോസൽ വന്നത്. അതിനുശേഷം ടെൻഡർ നടപടിയെല്ലാം പൂർത്തീകരിച്ച ഘട്ടത്തിൽ ഇത് സ്പീഡപ്പ് ചെയ്തുകൊണ്ട് വേഗം പ്രൊജക്ട് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി അടക്കമുള്ള ചർച്ചയിൽ ഞാൻ പങ്കെടുത്ത ആളാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി അടക്കം അംഗീകരിച്ചുകൊണ്ടതാണല്ലോ, അന്നത്തെ മുഖ്യമന്ത്രി അംഗീകരിച്ചുകൊണ്ടാണല്ലോ മാരിടൈം ബോർഡിന് പ്രപ്പോസൽ അംഗീകരിക്കാൻ പറ്റുക. എന്നിട്ട് ചീഫ് സെക്രട്ടറി ഒപ്പിടുന്ന ഉദ്യോഗസ്ഥന്മാരാണല്ലോ. നേരത്തെ പറഞ്ഞ പോലെ മാരിടൈം ബോർഡിന്റെ ചെയർമാൻ അല്ലല്ലോ ഒപ്പിടുക. ആ ദുരൂഹത എന്തെന്ന് നിങ്ങളും ഞങ്ങളും നമ്മളെല്ലാവരും അന്വേഷിക്കുന്നുണ്ട്. ഇപ്പൊ ഇത് തടസ്സപ്പെടുത്തിയിട്ടില്ല. തടസ്സപ്പെടുത്താനുള്ള വഴിയാണ് തേടിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ വാദമാണ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വാദത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പൊ ഞങ്ങൾ അഭിപ്രായം പറഞ്ഞത്. കൺസെഷൻ അഗ്രിമെന്റ് സാമാന്യം നന്നായി രാഷ്ട്രീയപ്പെട്ടൊരു കൺസെഷൻ അഗ്രിമെന്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. വളരെ മെറ്റിക്കുലസ് ആയി ശ്രദ്ധിച്ച് ചെയ്തിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയത്. ഞാൻ എന്റെ ഒരു അഭിപ്രായം പറയണം. മേ ബി നമുക്കതിലൊന്നും വളരെ ധാരണകളുണ്ടാവുന്നില്ല. അത്ര ഒരു സാധനം എന്തിനാണ് ഇദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളതാണല്ലോ പ്രശ്നം. ഇത് നമ്മളെല്ലാരും കൂടി എതിർക്കേണ്ട ഒരു സംഗതിയാണ്. നാടിന് എന്തെങ്കിലും സംഗതി വരുന്ന ഇതിപ്പോ പറയാലോ, അതിനേക്കാൾ വലുത് വരും, ഇവിടെ കോടിക്കണക്കിന് ഉൾപ്പെടുക്കാൻ നാട്ടിലെ ആൾക്കാരുണ്ട് എന്നൊക്കെ പറയാം, ആർക്കും പറയാലോ. സംഭവിക്കാൻ പോകുന്ന ഈ കൺസെഷൻ അഗ്രിമെന്റ് അത് ലംഘിച്ച് മറ്റൊരു കാര്യത്തിൽ ഗവൺമെന്റ് പോയാൽ 15 കൊല്ലത്തേക്ക് ഒന്നും വരില്ല എന്ന കാര്യത്തിൽ ഉറപ്പല്ലേ. അതിനെ സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ അത് ഒഴിവാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ്. ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ്. ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ്. അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ്. ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.